മോപ്ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു ഡിഫറെൻറ്റ് ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ടോപ്പിക്കിൻ്റെ പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് എന്തായിരിക്കും, കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിനെ കുറിച്ചിട്ടായിരിക്കും. ഹാർഡ്വെയർ എന്താണ്, അതിൻ്റെ പാർട്സുകൾ, അതിൻ്റെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മളൊരു പുതിയ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഇനി എന്തെങ്കിലും ഹാർഡ്വെയറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് വഴി നമുക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാവുന്ന കാര്യമാണ്. അതായത് കംപ്ലൈൻറ്റുകളോ ട്രബിൾ ഷൂട്ട്, അതാണ് നമ്മളതിന് പറയാം. ഓൾമോസ്റ്റ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഹാർഡ്വെയറിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒന്ന് ഡീപ്പായിട്ട് നമ്മൾ ചെയ്തു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ വീഡിയോകളിൽ ഉണ്ടായിരുന്നത്. സോ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ. നെറ്റ്വർക്കിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. നമ്മുടെ സിസ്റ്റങ്ങൾ തമ്മിലുള്ള നെറ്റ്വർക്കിംഗ്. ശരിക്കും നെറ്റ്വർക്ക് ഉള്ളൊരു ഗുണങ്ങൾ എന്തൊക്കെയാണ്? നെറ്റ്വർക്ക് നമുക്ക് എപ്പോഴും പല ടൈപ്സ് നെറ്റ്വർക്ക്സിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ബേസ് ക്ലാസ്സാണ് ഇന്ന്. സോ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ അല്ലെങ്കിൽ സിസ്റ്റങ്ങളെ കണക്ട് ചെയ്യുന്നതിനെയാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഒന്നിലധികം, അതായത് വൺ ഓർ ടു സിസ്റ്റംസിനെ നമ്മൾ കണക്ട് ചെയ്യുക. സിംപ്ലി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്കുള്ള ഒരു കണക്ടിവിറ്റിയാണ് നമ്മൾ ശരിക്കും എന്ത് പറയുന്നത്, നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഈ കണക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും ഒരു കമ്മ്യൂണിക്കേഷനിലാണ്. ഒരു ആശയവിനിമയമാണ് ശരിക്കും കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നത്. ആശയവിനിമയം എന്ന് പറയുമ്പോൾ പല ടൈപ്സ് കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് കേട്ടിട്ടുണ്ടാവും. സോ ഇവിടെ നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ, ഫോർ എക്സാമ്പിൾ ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുക അല്ലെങ്കിൽ ഒരു കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നത് ഇവിടെ ഒരു സെൻഡർ ആൻഡ് റിസീവർ ആയിരിക്കും. ഡാറ്റകളെ കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് സെൻഡ് ചെയ്യുന്ന വ്യക്തി ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ റിസീവ് ചെയ്യാനുള്ള ഒരാളുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കുള്ളൂ. അത് ഇനി ടെക്നോളജി ലെവലാണെങ്കിൽ ശരി, അല്ലാത്ത കേസിലാണെങ്കിൽ ശരി. അപ്പോൾ ഇങ്ങനെ ഒരു സെൻഡർ ആൻഡ് റിസീവേഴ്സ് കമ്മ്യൂണിക്കേഷനാണ് ശരിക്കും ഒരു ബേസ് കമ്മ്യൂണിക്കേഷൻ, ബേസ് കണക്ടിവിറ്റി എന്ന് പറയുന്നത് ശരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സെൻഡർ ആൻഡ് റിസീവ് കമ്മ്യൂണിക്കേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് കോമ്പോണൻസുകൾ, ഒരുപാട് മെറ്റീരിയൽസ് റിക്വയർമെൻറ്റ്സുകളുണ്ട്. അപ്പോൾ വെറുതെ ഒരു കമ്മ്യൂണിക്കേഷൻസ് എന്ത് ചെയ്യില്ല, പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യില്ല. ഇപ്പോൾ ഒരു ബേസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മെറ്റീരിയൽസ് റിക്വയർമെൻറ്റ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈവൻ ഇപ്പോൾ രണ്ട് സിസ്റ്റംസ് ആണെന്നുണ്ടെങ്കിൽ എക്സാമ്പിൾ, സോ ഈ രണ്ട് സിസ്റ്റംസിൽ വർക്കിംഗ് ആയിരിക്കുന്ന രണ്ട് സിസ്റ്റംസ് വേണമെന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ രണ്ട് ലാപ്ടോപ്പ് ആണെങ്കിൽ ഈ രണ്ട് ലാപ്ടോപ്പുകൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ രണ്ട് ലാപ്ടോപ്പുകളും പ്രോപ്പറായിട്ട് വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് പോളിസി, ഫസ്റ്റ് റിക്വയർമെൻറ്റ്സ്. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെയാണ് നമ്മൾ സിഗ്നൽ മെത്തേഡുകളെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത്. സിഗ്നൽ മെത്തേഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ ഒരു വയേർഡ് കമ്മ്യൂണിക്കേഷൻസ് ആണോ അതോ വയർലെസ് കമ്മ്യൂണിക്കേഷൻസ് ആണോ എന്നുള്ളതാണ് സിഗ്നൽ മെത്തേഡ്. നമ്മളിവിടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ എക്സാമ്പിൾ ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലേക്ക് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ കേബിൾ ത്രൂ ഔട്ടായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താറുണ്ട് അല്ലേ? ഒരു സിംഗിൾ കേബിൾ കണക്ടിവിറ്റി കൊടുത്തിട്ട്, ഒരു കണക്ഷൻ കൊടുത്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. പഴയ കാലങ്ങളിലൊക്കെ ഡാറ്റകൾ ട്രാൻസ്ഫർ ചെയ്തിരുന്നത് ആ ഒരു മെത്തേഡിലായിരുന്നു. എന്നാൽ ഒരു ടെക്നോളജി അപ്ഡേറ്റ് ആയതോടുകൂടി നമ്മൾ ആ ഒരു വയേർഡ് കമ്മ്യൂണിക്കേഷൻസ് എന്നൊക്കെ നമ്മൾ മാറിയിട്ട് ഒരു വയർലെസ് കമ്മ്യൂണിക്കേഷൻസ്, അതായത് കേബിളുകൾ ഇല്ലാതെ തന്നെ രണ്ട് ഡിവൈസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ളൊരു ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഒരു ടെക്നോളജി എന്ത് ചെയ്തു, വികസിപ്പിച്ചെടുത്തു, അല്ലെങ്കിൽ അങ്ങനെ വന്നു. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ സെൻഡർ ആൻഡ് റിസീവ്, അതായത് ഒരു സെൻഡ് ചെയ്യുന്ന വ്യക്തിയും ഒരു റിസീവ് ചെയ്യുന്ന ഒരു വ്യക്തിയും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഡിവൈസുകൾ ഉണ്ടായിരിക്കും. ഈ സെൻഡർ ഡാറ്റകളെ സെൻഡ് ചെയ്യുന്നു, റിസീവർ റിസീവ് ചെയ്യുന്നു, റിസീവർ ഡാറ്റ സെൻഡ് ചെയ്യുന്നു, സെൻഡർ എന്ത് ചെയ്യുന്നു, റിസീവ് ചെയ്യുന്നു. സോ ദിസ് ഇസ് എ ബോത്ത് കമ്മ്യൂണിക്കേഷൻ, രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന ഒരു കമ്മ്യൂണിക്കേഷനാണ് ഇങ്ങനെ. സോ എന്തിനാണ് ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ് കണക്ടിവിറ്റി കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയും. കണക്ടിവിറ്റി, രണ്ട് സിസ്റ്റങ്ങളും രണ്ട് ഡിവൈസുകളും കണക്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പരസ്പരം എന്തെങ്കിലും ഡാറ്റകൾ തമ്മിൽ കൈമാറാൻ പറ്റുള്ളൂ. അതിനെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് റിസോഴ്സ് ഷെയറിങ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നെറ്റ്വർക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു അഡ്വാൻറ്റേജ് ഓഫ് നെറ്റ്വർക്കിങ്സിനകത്ത് വരുന്ന ഒരു കാര്യമാണിത്, റിസോഴ്സുകൾ കൈമാറുക എന്നുള്ളത്. അതായത് റിസോഴ്സ്, ഡാറ്റകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക.
ഈ റിസോഴ്സുകൾ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഒരുപാട് റിസോഴ്സുകൾ വരും. ഇപ്പോൾ എക്സാമ്പിൾ, ഒരു റിസോഴ്സിൻ്റെ എക്സാമ്പിളാണ് നമുക്ക് ഫയൽ ട്രാൻസ്ഫറിങ്. ഓക്കെ, ഇനി ഈ റിസോഴ്സുകളെ നമ്മൾ കാറ്റഗറൈസേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 2 ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. അതാണ് എന്ത്, ഹാർഡ്വെയർ റിസോഴ്സുകളും അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ റിസോഴ്സുകളും. ഇപ്പോൾ എക്സാമ്പിൾ, നമ്മൾ ഒരു നെറ്റ്വർക്ക് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ എക്സാമ്പിൾ ഒരു ചെറിയൊരു വലിയൊരു ഷോപ്പുകളായിരിക്കാം, അല്ലെങ്കിൽ പഴയ ഇൻ്റർനെറ്റ് കഫേകളൊക്കെ ഉണ്ടാവില്ലേ. ഇപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് എന്താണ്, ഒരു സിസ്റ്റത്തിൽ നിന്ന് പ്രിൻ്റ് അടിക്കുമ്പോൾ ആ പ്രിൻ്റ് വരുന്നത് വേറെ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിലായിരിക്കും. സോ ഇതൊരു ഹാർഡ്വെയർ റിസോഴ്സാണ്. അതേപോലെ തന്നെ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് വേറെ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിലെ ഡാറ്റാബേസിലുള്ള അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റോറേജിലുള്ള ഒരു ഫയലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓപ്പൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രോഗ്രാം ഓപ്പൺ ചെയ്യുന്നത്. ഇതിനെ നമ്മൾ സോഫ്റ്റ്വെയർ റിസോഴ്സുകൾ എന്ന് പറയും. ഇത് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ ഗൂഗിളിനകത്ത് ഉപയോഗിക്കുന്ന പ്ലേ സ്റ്റോർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ റിസോഴ്സുകൾ കിട്ടുന്ന ഒരു സൈറ്റാണ്, അല്ലെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോർ എന്ന് പറയും. ഇനി ഹാർഡ്വെയർ ലെവലിലേക്ക് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫിസിക്കലി നമ്മൾ ഒരു സിസ്റ്റത്തിന് വൈഫൈ ത്രൂ ഔട്ട് നമ്മൾ നെറ്റ്വർക്ക് വഴിയോ അല്ലെങ്കിൽ നമ്മൾ വൈഫൈ ത്രൂ ഔട്ട് വിത്ത് പ്രിൻ്റ് എടുക്കുന്ന പ്രോസസ്സിങ് അല്ലെങ്കിൽ ഫാക്സ്, ഇതൊക്കെ നമുക്കൊരു ഹാർഡ്വെയർ റിസോഴ്സിനകത്ത് പെടുന്ന കാര്യമാണ്. അപ്പോൾ റിസോഴ്സുകൾ കൈമാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നെറ്റ്വർക്ക് എന്ത് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നെറ്റ്വർക്ക് കണക്ടിവിറ്റി യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വൺ, ഇൻ്റർനെറ്റ് ആക്സസിങ്. ഒരു നെറ്റ്വർക്ക് കണക്ഷൻസ് ഉണ്ടായാൽ മാത്രം പോരാ, അതിനകത്ത് നമുക്ക് എന്ത് വേണം, മറ്റുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എക്സാമ്പിൾ, നമുക്ക് ഇവിടെ ഒരു റൂമിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു ഹോം ബേസ് നെറ്റ്വർക്കിംഗ്, പബ്ലിക് ഏരിയ നെറ്റ്വർക്കിംഗ്, ഈവൻ നമുക്കൊരു സിറ്റി മൊത്തം നെറ്റ്വർക്ക് ചെയ്യുക, ഇങ്ങനെ കുറേ ക്ലാസിഫിക്കേഷൻസ് അതിനകത്ത് വരുന്നുണ്ട്. മേ ബി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എക്സാമ്പിൾ ലാൻ, അതുപോലെ തന്നെ വാൻ, അല്ലേ, ഇത് കേട്ടിട്ടുണ്ടല്ലോ, മാൻ കേട്ടിട്ടുണ്ടോ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, അതുപോലെ തന്നെ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഇങ്ങനെ ഈ നെറ്റ്വർക്കിനെ നമ്മളിങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ കാറ്റഗറൈസേഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ടോപ്പോളജികളെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലേ, ബസ് ടോപ്പോളജി, റിംഗ് ടോപ്പോളജി, മെഷ് ടോപ്പോളജി, സ്റ്റാർ ടോപ്പോളജി, മെഷ് ടോപ്പോളജി. ഓക്കെ, അങ്ങനെ ഒരുപാട് കാറ്റഗറൈസേഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നെറ്റ്വർക്കിൻ്റെ ഒരു അഡ്വാൻസ് ലെവലിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അതിനകത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് എന്ത്, ഇൻ്റർനെറ്റ് ആക്സസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു സിംഗിൾ കേബിൾ ത്രൂ ഔട്ട് നമുക്ക് നെറ്റ്വർക്ക് ചെയ്യുന്ന ഒരു ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഓഫീസിൽ നിന്ന് മറ്റൊരു ഓഫീസിലേക്ക് കിട്ടും കണക്ഷൻ കിട്ടില്ല, അത്രയും ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ് എന്ത്, ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റീസ് ആണ് നെക്സ്റ്റ്. നമുക്ക് നെറ്റ്വർക്ക് ചെയ്തുകൊണ്ടുള്ള ഗുണങ്ങളിൽ ഒന്ന് കിട്ടുന്നതാണ് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റീസ് എന്ന് പറയും. അതുപോലെ തന്നെ നെക്സ്റ്റ് യൂസ് ചെയ്യുന്നതാണ് എന്ത്, ഡാറ്റ സെക്യൂരിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു റിസോഴ്സുകൾ ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള ഡാറ്റകളെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാം, സെക്യൂരിറ്റി ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുക. അതാണ് എന്ത്, ഡാറ്റ ഷെയറിങ് എന്ന് പറയുന്നതിൽ ഡാറ്റ സെക്യൂരിറ്റി ഇംപ്ലിമെൻറ്റേഷൻ എന്നാണ് ശരിക്കും പറയാം. നമ്മൾ ഓരോ ഡാറ്റകൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തും അതിനൊക്കെ ഓരോ സെക്യൂരിറ്റി ഇംപ്ലിമെൻറ്റേഷൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. അതിനാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയും. ഓക്കെ, ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾസിനകത്തൊക്കെ വരുന്നതാണ്. അതിലേക്കൊക്കെ പിന്നീട് നമ്മുടെ വീഡിയോസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ക്ലാസ്സുകൾ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെയാണ് എൻഹാൻസ്മെൻറ്റ് ആൻഡ് ബാലൻസിങ് പെർഫോമൻസസ് എന്ന് പറയും. അതായത് ഒരു ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ ഒരു സെർവർ ആക്സസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്ന സമയത്തൊക്കെ ഇത് പ്രോപ്പറായിട്ട് നമ്മൾ ബാലൻസ് ചെയ്ത് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ കൂട്ടുന്നതാണ് എന്ത്, ഈ എൻഹാൻസ്മെൻറ്റ് ബാലൻസിങ് എന്ന് പറയുന്നത്. അതേപോലെ ഓൺലൈൻ ബാങ്കിങ്, അങ്ങനെ നെറ്റ്വർക്ക് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ്, നമുക്ക് ഒരുപാട്, ഫോർ എക്സാമ്പിൾ യൂട്യൂബ് പോലുള്ള മീഡിയകൾ അല്ലെങ്കിൽ മറ്റുള്ള അതർ സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക്സിൽ സൈഡിൽ. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താണ്, ഈ നെറ്റ്വർക്ക് ചെയ്തുകൊണ്ടുള്ള ബെനിഫിറ്റ്സുകളാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ, നമുക്ക് എന്താണ് നെറ്റ്വർക്ക്. നെറ്റ്വർക്ക് വളരെ സിമ്പിളാണ്. ഒന്നിൽ കൂടുതൽ സിസ്റ്റങ്ങളുമായിട്ടുള്ള കണക്ടിവിറ്റി അല്ലെങ്കിൽ കണക്ഷനെ പറഞ്ഞ പേരാണിത് നെറ്റ്വർക്ക് എന്ന് പറയും. സോ ഇത് കണക്ട് ചെയ്യുന്നത് വെരി സിമ്പിളാണ്. എന്താണ്, ഒരു കണക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ 2 രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ചെയ്യാൻ കാര്യമായിട്ട് യൂസ് ചെയ്യുക. ഒന്ന് വയർഡ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ വയർലെസ് നെറ്റ്വർക്ക്. സെൻഡർ ആൻഡ് റിസീവ്, സെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയും റിസീവ് ചെയ്യുന്ന ഒരു വ്യക്തിയും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സെൻഡ് ചെയ്യുന്ന ഡിവൈസ് ആൻഡ് റിസീവ് ചെയ്യുന്ന ഒരു ഡിവൈസ് ഉണ്ടായിരിക്കും. സോ ഇതാണ് നെറ്റ്വർക്കിൻ്റെ മെയിൻ. ഫസ്റ്റ് വൺ, നമ്മൾ നെറ്റ്വർക്ക് പഠിക്കുമ്പോൾ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതാണ്. ദെൻ സെക്കൻഡ് വൺ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ റിസോഴ്സുകളെ കൈകാര്യം ചെയ്യുക, അതുപോലെ തന്നെ കണക്ടിവിറ്റി, ഇൻ്റർനെറ്റ്, അങ്ങനത്തുള്ള ഒരുപാട് കാര്യങ്ങളാണ് നെക്സ്റ്റ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, സോ ഈ ഒരു ഫസ്റ്റ് വീഡിയോ നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇന്ന് തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട്
അടുത്ത ദിവസം കാണാം. താങ്ക് യു.